ചിക്കനിൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇളനീർ ചിക്കൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് രുചികരമായ ഈ ഇളനീർ ചിക്കൻ ഉണ്ടാക്കുക നോക്കിയാലോ. അതിനായിട്ട് 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, 2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, ഒട്ടും മൂപ്പെത്താത്ത തേങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, 10 അല്ലി ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മസാലപ്പൊടിക്കായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ക്രഷ് ചെയ്ത കുരുമുളക് 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്, വലിയ ജീരകം 1 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട മല്ലിച്ചെപ്പും കറിവേപ്പിലയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വലിയ ജീരകം ഇട്ട് കൊടുക്കുക. വലിയ ജീരകം നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചി നല്ല മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിയായി അരിഞ്ഞ വലിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മീനി ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ മുന്നേ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇനി മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലകളെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓൾറെഡി മൺചട്ടി നല്ല ചൂടാകും, അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇവിടെ കുക്കാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം മൺചട്ടിയാണ് എടുക്കണമെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അതിന് ശേഷം അതിലേക്ക് എടുത്ത് വെച്ച് ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ മാറി മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ വരും. ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം കുക്കാക്കി എടുക്കാനുണ്ട്. ആദ്യം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുക കേട്ടോ. മസാലയും ചിക്കനും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് മാത്രമേ അടച്ച് വെക്കേണ്ടുള്ളൂ കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന് കേട്ടോ. ആ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് മസാല ഒക്കെ പിടിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ നമുക്ക് വീണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി വെച്ചിട്ട് അടച്ചു കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ 5 മിനിറ്റോളം അടച്ചു വെക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സമയത്ത് നമ്മൾ ചിക്കന് ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്നും ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഈ ഒരു ഗ്രേവിയിലാണ് ചിക്കൻ ഒരു ഹാഫ് കുക്കായി കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാ ഭാഗം കൂടി നന്നായിട്ടൊന്ന് അമർത്തി വെച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പം ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വെള്ളമൊന്നും ഒട്ടും ചേർത്തിട്ടില്ല. ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിക്കന് നന്നായിട്ട് തന്നെ ഈ എല്ലിൽ നിന്നൊക്കെ
ഒക്കെ ഇറച്ചി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒട്ടും മൂപ്പത്താത്ത തേങ്ങ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തേങ്ങയും അതുപോലെ മസാലയും ചിക്കനും എല്ലാം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ മിനിറ്റ് നമുക്ക് ഒന്ന് കുക്കാക്കി എടുക്കാം. ഒരൊറ്റ മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ 1 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ എടുത്ത് വെച്ച 2 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ്. ഷോപ്പിൽ നിന്ന് നമുക്ക് തേങ്ങയുടെ പൊടി തേങ്ങാപ്പാൽ വാങ്ങിയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നോമ്പായതുകൊണ്ട് അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത് അതേപോലെ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കുക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 2 മിനിറ്റ് കുക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ഇളനീർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മളെ കറി നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ആ സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഇളനീർ ചിക്കനാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.